ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒൺലി വൺ എന്ന സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. അതായത് ഫൈനൽ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ സ്റ്റോറി ഇതുവരെയായിട്ട് മുഴുവനായിട്ട് റിലീസായിട്ടില്ല. അതായത് ആ ഒരു സ്റ്റോറിയുടെ പകുതി മാത്രമാണ് വന്നേക്കുന്നത്. ഒൺലി വൺ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെ സീസൺ 1 മാത്രമാണിത്. സീസൺ 2 2025 ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എന്നാൽ ഉടനെ തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡോടെ ഈ സീസൺ 1 എൻഡാകും. പക്ഷേ നമുക്കൊരു ക്ലിയറായിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കത്തില്ല ഒരു പക്ഷേ തരുന്നത്. അതായത് നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ഈ ഒരു എൻഡിങ് ഒരു ഇതില്ല എന്ന് തോന്നിയേക്കാം. കാരണം ഈ സ്റ്റോറി എൻഡായിട്ടില്ല, പകുതിയിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി എന്തായാലും നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ ഷെങ്ങാണെങ്കിൽ ടിയാനെ കിസ് ചെയ്യാൻ പോയതും പിന്നെ ടിയാനായിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നതാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ഇവരിങ്ങനെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നമ്മുടെ സാറാണെങ്കിൽ, അതായത് ഇവരുടെ ക്ലാസ് ടീച്ചർ, നിങ്ങളുടെ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുമല്ലേ, പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് വേറെ സ്കൂളിലായിരിക്കും. ഓരോരുത്തർക്കും ടിക്കറ്റ് കിട്ടുന്ന, അതായത് ഹോൾ ടിക്കറ്റൊക്കെ കിട്ടുന്ന അനുസരിച്ച് ഏത് സ്കൂളിലാണ് കിട്ടുന്നത് എന്നൊക്കെ മനസ്സിലാകും. ശരിക്കും എങ്ങനെയാണ് ഒരു എക്സാം നടത്തേണ്ടത്, ആ രീതിയിലായിരിക്കും ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാണ്. ഈ സമയം ഗാവോ അതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഭയങ്കര സംസാരമാണ്. ആ സമയം നമ്മുടെ സാറാണെങ്കിൽ നമ്മുടെ ഗാവോ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ട്രജക്ടറിയുടെ ഫോർമുല പറയാനായിട്ട് പറയാണ്. ഈ സമയം ഗാവോ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ ഷെങ്ങിൻ്റെ അടുത്ത് ഒരു ആക്ഷൻ കാണിച്ച് പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ ഇപ്പോൾ അത് പേന താഴെ വീണ രീതിയിൽ കുനിങ്ങിരുന്നിട്ട് നമ്മുടെ ഗാവോയ്ക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഗാവോ ആൻസർ പറഞ്ഞു കഴിഞ്ഞത് നമ്മുടെ സാറാണെങ്കിൽ താങ്ക് യു ഷെങ് ആൻസർ പറഞ്ഞു കൊടുത്തതിന്. പിന്നെ ഗാവോ മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ ഇരിക്കാനായിട്ട് പറയാണ്. ആ സമയം ഷെങ്ങാണെങ്കിൽ അയ്യോ സാറ് പൊക്കി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ സമയം അവൻ ടിയാനെ നോക്കിയപ്പോഴാണ് ടിയാൻ വെള്ളം കുടിക്കുന്ന കാണുന്നത്. നമ്മുടെ ഷെങ്ങിന് ഓൾറെഡി ടിയാൻ്റെ അടുത്ത് എന്തോ ഫീലിങ്സ് തോന്നി തുടങ്ങി. അപ്പോൾ നമ്മൾ ഷെങ്ങാണെങ്കിൽ ടിയാനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവൻ എന്തൊക്കെയോ വീണ്ടും ഫീലിങ്സ് തോന്നിയിട്ട് അവൻ അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ടിയാനെ നോക്കാതെ കണ്ണടച്ചിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ഇവരെല്ലാവരും ഇവർ ഹോസ്റ്റൽ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ടിയാൻ കുളിക്കാൻ പോവുകയാണ്. ആ സമയം നമ്മുടെ ഷെങ്ങിനാണെങ്കിൽ നമ്മുടെ ടിയാനെ തന്നെ ഇങ്ങനെ ഇമാജിനേഷനിൽ വരാണ് ടിയാൻ കുളിക്കുന്ന സംഭവമെല്ലാം. നമ്മുടെ ഷെങ്ങിനാണെങ്കിൽ അത് വിട്ട് കളയാൻ നോക്കിയിട്ടും നടക്കുന്നില്ല. അവൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഒട്ടും തന്നെ പറ്റുന്നേയില്ല. അങ്ങനെ അവനാണെങ്കിൽ എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ടിയാൻ കുളിച്ചിട്ടിറങ്ങുന്നത്. ആ സമയം നമ്മുടെ ഷെങ്ങിൻ്റെ കൺട്രോൾ മൊത്തത്തിൽ പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതാണ്. എല്ലാവരും ഉറങ്ങി, എന്നാൽ ഷെങ്ങിന് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഷെങ്ങ് ക്ലാസ്സിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്നതാണ്. കാരണം അവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. ആ സമയം ഇത് കണ്ടിട്ട് ഗാവോ നീ ഒട്ടും ഉറങ്ങിയില്ലല്ലോ, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് നല്ലതുപോലെ കഴിക്കണം, എന്നാലേ നിനക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ഷെങ്ങാണെങ്കിൽ അവൻ കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് ടേബിളിൽ ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. ആ സമയം ഗാവോ ആണെങ്കിൽ അപ്പോൾ ആവശ്യത്തിന് ഫുഡൊക്കെ ഉണ്ടല്ലോ, ഇനി എനിക്ക് ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗാവോ ഒരു ബുക്ക് എടുത്ത് കാണിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് കേൾപ്പിക്കുകയാണ്. അതായത് ഒരു കുളത്തിൽ കുറേ മീനുകളുണ്ട്, അത് വിൽക്കാനിട്ടൊക്കെയാണ്, ഏത് സമയത്താണ് ആ മീനുകളെ പിടിക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഷെങ്ങ് എപ്പോഴാണോ തിന്നാൻ തോന്നുന്നത് ആ നേരത്തെ പിടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഗാവോ എത്ര എണ്ണത്തിനാണ് പിടിക്കേണ്ടതെന്ന് വെച്ചപ്പോൾ ഷെങ്ങാണെങ്കിൽ നേരെ അവൻ ഉത്തരം അറിയാതെ തന്നെ നമ്മുടെ ടിയാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആ സമയം ടിയാനാണെങ്കിൽ എപ്പോഴാണോ കഴിക്കാൻ വേണ്ടത് അപ്പോൾ ആവശ്യത്തിന് പിടിക്കാനായിട്ട് പറയാണ്. ഈ സമയമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഡയറക്ടറിൻ്റെ മകനും സോങ്ങും ഒക്കെ വരുന്നത്. അവർ വന്നിട്ട് നമ്മുടെ ഷെങ്ങിൻ്റെ അടുത്ത് ഷെങ് കഴിഞ്ഞ ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ നമ്മൾ ടൂത്ത് പേസ്റ്റിലുള്ള ഫ്ലൂറൈഡിനെ കുറിച്ചല്ലേ പഠിപ്പിച്ചത്, അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ കീ പോയിന്റ് എന്താണെന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഉറക്കം വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആൻസറൊന്നും ആലോചിക്കാൻ നിൽക്കാത്ത നേരെ ടിയാനോട് ചോദിക്കുകയാണ്. അങ്ങനെ ടിയാനാണെങ്കിൽ ടൂത്ത് ഡീക്കേ എന്നുള്ളത് അതിൻ്റെ കീ പോയിൻ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പെപ്പറും ലിയുവും ഒക്കെ വരുന്നത്. നമ്മുടെ ഷെങ്ങാണെങ്കിൽ ഒരുമാതിരി ഇരിക്കുന്ന കണ്ടിട്ട് അവൻ്റെ അടുത്ത് നീ എന്താ ഉറങ്ങിയില്ലെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ക്ലാസ്സിൽ ടീച്ചർ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും സീറ്റിലേക്ക് ചെല്ലാണ്. അതിനുശേഷം സ്റ്റാഫ് റൂം കാണിക്കുമ്പോൾ നമ്മുടെ ഷീയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാഫ് റൂമിലേക്ക് വരാണ്. ആ സമയം ഓൾറെഡി അവിടെ ലൂ ഇരിപ്പുണ്ട്. എന്നാൽ രണ്ടുപേർക്കും ഫേസ് ചെയ്യാനൊരു മടി. കാരണം ഇന്നലെ രാത്രി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവർ കിസ് ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷീക്ക് ലൂവിൻ്റെ അടുത്ത് മിണ്ടണമെന്നുണ്ട്. എന്നാൽ ലൂവിനാണെങ്കിൽ ശരിക്കും ടെൻഷനാണ്. ആ സമയം നമ്മുടെ ഷീ ലൂവിനെ വിളിച്ചിട്ട് എനിക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ മിണ്ടാനായിട്ട് ചെല്ലാണ്. എന്നാൽ ലൂ ആണെങ്കിൽ മിണ്ടാൻ മടിച്ചിട്ട് എനിക്ക് ഈ ഡയറക്ടറിനെ മീറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. ആ സമയം ഷീ ആണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല, പുറകെ ചെല്ലാണ്. എന്നാൽ ശരിക്കും നമ്മുടെ ലൂ ആണെങ്കിൽ ഡയറക്ടറുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷെങ്ങാണെങ്കിൽ തിരിച്ച് അവൻ്റെ റൂമിലേക്ക് വരുന്നതാണ്. ആ സമയം അവിടെ ഒറ്റയ്ക്ക്
അവരുടെ റൂംമേറ്റ് ആയിട്ടുള്ള ഒരു പയ്യൻ ഇരുന്നിട്ട് ഹൊറർ സിനിമ ഒറ്റയ്ക്ക് കാണുമായിരുന്നു. ആ സമയം നമ്മുടെ ഷെങ്ങിനെ കണ്ടിടാൻ പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. ആ സമയം ഷെങ്ങ് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഹൊറർ സിനിമ കാണുക, എനിക്ക് ഭയങ്കര പേടിയാണ് ആക്ച്വലി ഇരുട്ടുമെല്ലാം, അതുകൊണ്ട് തന്നെ ധൈര്യം കിട്ടാനായിട്ട് ഞാനിപ്പോൾ സിനിമ കാണുക എന്നിങ്ങനെ പറയാണ്. ആ സമയം ടിയാൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഷെങ്ങാണെങ്കിൽ അവനൊന്ന് ഓടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഷെങ്ങ് ഞാൻ വേണമെങ്കിൽ നിൻ്റെ കൂട്ടിനിരുന്ന് നിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് സിനിമ കാണാണ്. നമ്മുടെ ഷെങ്ങിന് പേടിയെന്ന് പറഞ്ഞ സംഭവമില്ല, അവൻ കൂളായിട്ടിരുന്ന് കാണുന്നുണ്ട്. പേടിക്കുന്നത് മൊത്തം അവൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള പയ്യനായിരുന്നു. അതേസമയം ആ പയ്യന് അവൻ്റെ ഗേൾ ഫ്രണ്ട് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ അവൻ സിനിമ സ്റ്റോപ്പാക്കിയിട്ട് ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഷെങ്ങപ്പോൾ നിൻ്റെ ഗേൾ ഫ്രണ്ടാണോ അതെന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ ഗേൾ ഫ്രണ്ടാണ്, ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് നല്ല ബോൾഡായിട്ടുള്ള പെൺകുട്ടികൾ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്, എന്നാൽ അവർ ലവിലായി കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാവും എന്നൊക്കെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഷെങ്ങാണെങ്കിൽ നമുക്കൊരാൾ ഇഷ്ടമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ നമുക്ക് ആളെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, ആ ആൾ നല്ല ഫെയർ സ്കിന്നായിരിക്കും, നല്ല നുണക്കുഴിയൊക്കെ കാണും, നല്ല ഹെയർ ആയിരിക്കും, നല്ല രസമായിരിക്കും എന്നൊക്കെ പറയാണ്. ആ സമയം ഷെങ്ങാണെങ്കിൽ ഈ ലോകത്ത് ഒരുപാട് പെൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതായത് ഫെയർ സ്കിൻ, നല്ല മുടി, കാണാൻ നല്ല ഭംഗി, നുണക്കുഴി എല്ലാം ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അതിൽ നമുക്കൊരാളെയാണ് ഇഷ്ടം, അതായത് ഇപ്പോൾ ഒരു ഇന്ന ആളുണ്ട്, നമുക്ക് ഫീലിങ്സ് ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ആ പയ്യനാണെങ്കിൽ അത് പിന്നെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ആ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ, നമുക്ക് അയാളെ കിസ് ചെയ്യണമെന്ന് വരെ തോന്നിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് പറയാണ്. ആ സമയം നമ്മുടെ ഷെങ് ടിയാൻ ആലോചിക്കുന്നുണ്ട്, അവൻ ടിയാനെ കിസ് ചെയ്യാൻ പോയ സിറ്റുവേഷൻ അവൻ ആലോചിക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിലാണ് ടിയാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഉടനെ തന്നെ ഷെങ് ഞാൻ വെള്ളം എടുക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഈ സമയം ടിയാനാണെങ്കിൽ ആ പയ്യൻ്റെ അടുത്ത് ഷെങ്ങിന് ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഞാനും ഷെങ്ങും കൂടി ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, ഹൊറർ സിനിമയായിരുന്നു എന്ന് പറയാണ്. ആ സമയം ടിയാൻ അപ്പം നിങ്ങളുടെ ഒരുമിച്ച് പേടിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ പയ്യനാണെങ്കിൽ ഇല്ല, ഞാൻ മാത്രമേ പേടിച്ചുള്ളൂ, ആക്ച്വലി ഷെങ് നല്ല ധൈര്യശാലിയായിട്ടുള്ള ഒരു പയ്യനാണെന്ന് പറയാണ്. ആ സമയം ടിയാനാണെങ്കിൽ ആലോചിക്കുകയാണ്, അതായത് അന്നൊരു ദിവസം ഇവർ കള്ളൻ ഇവരുടെ ഹോസ്റ്റലിൽ വന്നപ്പോൾ നമ്മുടെ ഷെങ്ങാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിരുന്നു, എൻ്റെ കൂടെ കിടക്കുമെന്ന് പറഞ്ഞിട്ട് ടിയാൻ അവൻ്റെ കൂടെ വിളിച്ചിട്ട് ഒരുമിച്ച് അവരൊരു ബെഡിൽ കിടന്നില്ലേ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഈ പയ്യൻ നമ്മുടെ ഷെങ്ങിനാണെങ്കിൽ പേടിയില്ല, അവൻ ധൈര്യശാലിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ടിയാൻ ആലോചിക്കുകയാണ്, പിന്നെ എന്തിനാണ് അവൻ പേടിയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ അവൻ കൂടെ കിടത്തിയെന്ന്. അങ്ങനെ ആ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഷെങ് അങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയം നമ്മുടെ ടിയാനാണെങ്കിൽ ഷെങ്ങിൻ്റെ അടുത്ത് ഈ കാര്യം ചോദിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്, എന്നാൽ ചോദിക്കുന്നില്ല. അതിനുശേഷം രാത്രി എല്ലാവരും ഉറങ്ങാണ്, നമ്മുടെ ഷെങ്ങും ഉറങ്ങിയില്ല, ടിയാനും ഉറങ്ങിയില്ല. ആ സമയം നമ്മുടെ ടിയാനാണെങ്കിൽ ഷെങ്ങിന് മെസ്സേജ് അയച്ചിട്ട് നീ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. മുകളിലത്തെ ബെഡിൽ കിടക്കുന്ന നമ്മുടെ ഷെങ് ഫോണിൽ മെസ്സേജ് ഒന്ന് കണ്ടിട്ട് അത് എടുത്ത് നോക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ ടിയാൻ റിപ്ലൈ കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ ടിയാൻ്റെ ഫോൺ നമ്പർ കോൺടാക്റ്റ് ടിയാൻ എന്ന് സേവ് ചെയ്തിട്ടുള്ളത് അവൻ മാറ്റിയിട്ട് ബ്രദർ എന്നാക്കാണ്. ഇതേ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ അവൻ സ്വയം മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, അതായത് എനിക്ക് ടിയാൻ ഇഷ്ടമാണോ ഇല്ലേ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അതൊന്നും നടക്കത്തില്ലല്ലോ, കാരണം അവൻ്റെ ബ്രദർ അല്ലേന്ന്. അങ്ങനെ അതും ആലോചിച്ചിട്ടായിരുന്നു നമ്മുടെ ടിയാൻ്റെ കോൺടാക്റ്റ് അവൻ ബ്രദർ എന്നുള്ള പേരിൽ സേവ് ചെയ്തിട്ടത്. അതിനുശേഷം കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ തൊട്ട് ഇവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവർക്ക് മറ്റൊരു സ്കൂളിലാണ് എക്സാം എഴുതേണ്ടത്. അങ്ങനെ അവർ പോകാനായിട്ട് ഇവരുടെ ബസ്സിൽ കയറാൻ കണക്കിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സൈഡ് നമ്മുടെ ഷെങ്ങാണെങ്കിൽ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് നേരെ ഇട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ടിയാൻ ഇട്ട് കൊടുക്കുകയാണ്. ടിയാൻ ഇട്ട് കൊടുത്തപ്പോൾ തെറ്റിപ്പോയപ്പോൾ പെപ്പർ അത് കണ്ടിട്ട് തെറ്റിപ്പോയി എന്ന് പറയാണ്. ആ സമയം നമ്മുടെ ടിയാൻ വീണ്ടും ഇട്ട് കൊടുക്കാൻ ചെല്ലുന്നുണ്ട്, എന്നാൽ അതിനുമ്പോൾ പെപ്പർ തന്നെ നമ്മുടെ ഷെങ്ങിന് ബട്ടൺസൊക്കെ നേരെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവരുടെ ഡയറക്ടർ വന്നിട്ട് എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതണമെന്നൊക്കെ പറയാണ്. എന്നിട്ട് ഓരോരുത്തരായിട്ട് വണ്ടി കയറുന്നുണ്ട്. അങ്ങനെ വണ്ടി കയറി അവർ എക്സാം ഹാളിൽ ചെല്ലാണ്, എല്ലാവരും എക്സാം എഴുതുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഷെങ്ങാണെങ്കിൽ നേരെ പെർഫോം ചെയ്യുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് അന്ന് രാത്രി ടിയാൻ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടിരുന്ന് പഠിക്കുന്നതാണ്. ആ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയത്ത് ഗാവോരടുത്ത് ഞാൻ നേരെ ഈ എക്സാം എഴുതിയില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ടിയാൻ കേട്ടത് അവൻ ഓർക്കുവാണ്. അതിനുശേഷം ടിയാൻ ഇങ്ങനെ പഠിക്കാതിരിക്കുന്ന സമയത്ത് കാറ്റടിച്ചിട്ട് ഇവൻ്റെ പേപ്പറെല്ലാം പറന്നു പോകുന്നുണ്ട്. ആ സമയം നോക്കിയപ്പോഴാണ് അവൻ്റെ കയ്യിൽ നിന്ന് ഷെങ്ങ് കെട്ടിക്കൊടുത്ത ആ ഒരു ബ്രേസ്ലെറ്റ് കാണുന്നില്ല. ആ സമയം നോക്കിയപ്പോൾ ആ ബ്രേസ്ലെറ്റ് അവിടെ ഇളകി വീണ് കിടക്കുകയാണ്. അങ്ങനെ ടിയാനാണെങ്കിൽ അത് എടുത്തു വെച്ചിട്ട് നമ്മുടെ ഷെങ്ങിനെ നോക്കുന്നുണ്ട്. ഷെങ് ഈ സമയം പഠിക്കാനിരിക്കാതെ മുകളിൽ അവൻ്റെ ബെഡിൽ കയറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം എല്ലാം കഴിയാണ്. അതിനുശേഷമുള്ള ഒരു ക്ലാസ്സിൽ ഇവരുടെ ക്ലാസ് ടീച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരുടെയും റിസൾട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല മാർക്കുകൾ, എന്നാൽ ഇംഗ്ലീഷിലാണെങ്കിൽ കുറവാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇംഗ്ലീഷ് നല്ലതുപോലെ കിട്ടും, വാങ്ങാനായിട്ട് നോക്കിയിരുന്നോ എന്നാണ് പറഞ്ഞിട്ട്. സാറാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് 10 പേരാണ് റാങ്ക് കുറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വേറെ ക്ലാസ്സിലോട്ട് പോയത്, എന്നാൽ ഈ പരീക്ഷയ്ക്ക് 6 പേരാണ് പോകുന്നത്. ഞാനിപ്പോൾ എല്ലാവർക്കും റിപ്പോർട്ട് കാർഡ് തരും, റിപ്പോർട്ട് കാർഡ് ആർക്കൊക്കെയാണോ കിട്ടാത്തത് അവരൊക്കെയാണ് ഈ ക്ലാസ്സിൽ നിന്ന് പോകുന്നതെന്ന് പറയാണ്. അങ്ങനെ എല്ലാവർക്കും റിപ്പോർട്ട് കാർഡ് കിട്ടുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഷെങ്ങിന് കിട്ടുന്നില്ല. ഈ സമയം അത് കണ്ടിട്ട് നമ്മുടെ ടിയാൻ ഭയങ്കരമായിട്ട് സാഡാവുകയാണ്. എന്നാൽ നമ്മുടെ ഗാവോ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ ഗാവോയ്ക്ക് റിപ്പോർട്ട് കാർഡ് കിട്ടി. അവനാണെങ്കിൽ അവൻ വേറെ ക്ലാസ്സിൽ പോകേണ്ടി വരും എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ആ 30ാമത്തെ റാങ്കിൽ നമ്മുടെ ഗാവോ വന്നൊക്കെയാണ്. അങ്ങനെ അവനാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേ, ഞാൻ ജയിച്ചെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഷെങ്ങിൻ്റെ ആ ഒരു കാർഡില്ല എന്നുള്ളത് അവനും ശ്രദ്ധിക്കുന്നത്.
കാണിക്കുന്നത്. അങ്ങനെ അവനും വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷെങ്ങാണെങ്കിൽ വെള്ളമൊക്കെ എടുത്തിട്ട് ഇൻ്റർവെൽ സമയത്ത് തിരിച്ച് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പെപ്പർ, സോങ്, നമ്മുടെ ഗാവോ ഇവരെല്ലാവരും നമ്മുടെ ഷെങ്ങിനെ പിടിച്ച് നിർത്തിയിട്ട് നിനക്ക് എങ്ങനെയാണ് എന്നെക്കാളും മാർക്ക് കുറഞ്ഞേ, എങ്ങനെ അങ്ങനെ കുറയും, നീ തന്നെ പറയാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഷെങ്ങ് ഞാൻ നന്നായിട്ട് ഈ എക്സാം എഴുതിയില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം എല്ലാവരും നിന്നെക്കൊണ്ട് പറ്റുമായിരുന്നല്ലോ, അടുത്ത എക്സാമിന് നീ പഠിച്ചിട്ട് ഈ ക്ലാസ്സിലോട്ട് തന്നെ തിരിച്ചു വരണമെന്നൊക്കെ പറയാണ്. ആ സമയം ഷെങ്ങ് നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത്, ഞാൻ അപ്പുറത്തെ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് പോകുന്നത്, അല്ലാതെ വേറൊരിടത്തും അല്ല, ഞാൻ അപ്പുറത്തെ ക്ലാസ്സിലുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അവരെല്ലാവരും ഞങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും എന്ന് പറയാണ്. ഈ സമയമാണ് അങ്ങോട്ടേക്ക് ടിയാൻ വരുന്നത്. എന്നാൽ ടിയാനെ ഫേസ് ചെയ്യാൻ പേടിച്ചിട്ട് ഷെങ്ങ് ടീച്ചറിന് എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ട് ഷെങ്ങ് നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാണ്. അവൻ്റെ ടീച്ചർമാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ ചൈനീസ് പഠിപ്പിക്കുന്ന ടീച്ചറും നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറും എല്ലാവരും വാരിക്കോരി ഇന്ന് നല്ലതുപോലെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഷീയും ക്ലാസ് ടീച്ചറും മാത്രം അവന് വഴക്കൊന്നും വലുതായിട്ട് പറയുന്നില്ല. കുഴപ്പമില്ല, നീ അടുത്ത എക്സാമിൽ വീണ്ടും ജയിച്ച് അവൻ 30ാമത്തെ റാങ്കിൽ കയറിയിട്ട് വീണ്ടും ക്ലാസ് എയിലേക്ക് തിരിച്ച് വരാവുന്നതാണ് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷെങ്ങ് തിരിച്ച് ക്ലാസ്സിലേക്ക് വരുന്നതാണ്. ആ സമയം ടീച്ചർ പഠിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ നോക്കിയപ്പോൾ ടിയാൻ അവിടെ കാണുന്നില്ല. ഗാവരെടുത്ത് ടിയാൻ എവിടെയെന്ന് വെച്ചപ്പോൾ അറിയത്തില്ല എന്ന് പറയാണ്. ആ സമയം നമ്മുടെ ടിയാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനും ക്ലാസ്സിൽ കയറി ഇരിക്കുകയാണ്. അതിനുശേഷം ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും നമ്മുടെ ഷെങ്ങും ടിയാനും ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് അങ്കിളുടെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് നമ്മുടെ ഷെങ്ങ് ടിയാനെടുത്ത് നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഇല്ല എന്ന് ടിയാൻ പറയാണ്. എന്നാൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നില്ല, ഭയങ്കര സൈലൻസ് ആണ്. അതിനുശേഷം കാണിക്കുന്ന അവർ ഫുഡ് കഴിക്കുന്നതാണ്. ആ സമയം ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ആ അങ്കിളൊക്കെ നല്ല ജോളിയായിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അങ്കിൾ കിച്ചണിലേക്ക് പോയ സമയത്ത് നമ്മൾ ഷെങ്ങൻ ടിയാൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ആ സമയം ടിയാനാണെങ്കിൽ നീയാണെങ്കിൽ എക്സാം നേരെ എഴുതിയില്ലേ, നീയാണെങ്കിൽ ടീച്ചർമാരുടെ അടുത്ത് കള്ളം പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഷെങ്ങ് എന്ത് കള്ളം പറഞ്ഞോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ടിയാനാണെങ്കിൽ ഞാൻ നേരെ എഴുതി എന്ന് നീ കള്ളം പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഷെങ്ങ് ഞാൻ ശരിക്കും നേരെ എഴുതിയതാ, ഇതൊരു വലിയ എക്സാം അല്ലേ, ഞാനങ്ങനെ വിട്ടുകൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടിയാനാണെങ്കിൽ അത് ആക്ച്വലി ശരിക്കും വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഷെങ്ങാണെങ്കിൽ ആക്ച്വലി ആ എക്സാം നേരെ എഴുതിയിട്ടില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ടിയാൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് അവനോടുള്ള ഫീലിങ്സ് ഒഴിവാക്കാനായിട്ട് ഷെങ്ങിന് കിട്ടിയ ഒരു അവസരമായിരുന്നു ഈ ഒരു എക്സാമിൽ തോക്കുക, മറ്റൊരു ക്ലാസ്സിലേക്ക് മാറുക എന്നുള്ളത്. അതുകൊണ്ട് ഷെങ് ഉപയോഗിച്ചവർ ഇതായിട്ടേ എനിക്ക് തോന്നുള്ളൂ. കാരണം ഈ ഒരു എക്സാമിന് ഷെങ് ഇരുന്ന് പഠിക്കുന്നതായിട്ട് ഒരിടത്ത് പോലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടിയാനാണെങ്കിൽ ഷെങ്ങ് മറ്റേ ക്ലാസ്സിലേക്ക് മാറുമല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. എന്നാലും അവൻ ഷെങ്ങിനെ കെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ടിയാനാണെങ്കിൽ പിന്നെ ഇനി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഫുഡ് കഴിക്കുന്നത് നിർത്തിയിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവർ തിരിച്ച് ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്നതാണ്. നമ്മുടെ ഷെങ്ങിന് ഈ ഒരു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ ഉടനെ പുതിയ ക്ലാസ്സിലോട്ട് മാറണം, കാരണം ഇനി ഇത് തൊട്ട് ഇവൻ്റെ ക്ലാസ് അല്ല. ആ സമയം ഇവരിങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് നമ്മുടെ ഗാവോയും പെപ്പറും എല്ലാവരും കൂടെ ആയിട്ട് നമ്മുടെ ഷെങ്ങൊക്കെ പോവുകയല്ലേ, അവർ തിരിച്ച് വരുമായിരിക്കും ഈ ക്ലാസ്സിലോട്ട് എന്നൊക്കെ ചോദിക്കുന്നത്. ആ സമയം ഗാവോ 2-3 ആഴ്ച കഴിഞ്ഞാൽ അടുത്ത എക്സാമാണ്, ആ എക്സാമിൽ എന്തായാലും നമ്മുടെ ഷെങ്ങ് തിരിച്ച് വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിപ്പുണ്ട്. ആ സമയം ഷെങ്ങ് അങ്ങോട്ടേക്ക് വരാണ്. ആ സമയം അവർ ഈ സംസാരം അങ്ങ് വിട്ട് കളയാണ്. എന്നിട്ട് നമ്മുടെ ഷെങ്ങ് സീറ്റിൽ വന്നിരുന്നതും അവൻ്റെ ബുക്കൊക്കെ എടുക്കാനായിട്ട് ടിയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ടിയാനും നമ്മുടെ ഷെങ്ങിൻ്റെ അവിടെ അടുത്ത ഫ്ലോറിലേക്ക് ഇവനെ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അവരുടെ റൂംമേറ്റായിട്ടുള്ള ആ പയ്യൻ പഠിച്ചിരുന്ന ക്ലാസ്സിലായിരുന്നു നമ്മുടെ ഷെങ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ ആ പയ്യൻ നമ്മുടെ ഷെങ്ങിന് വേണ്ടി ഓൾറെഡി ഒരു സീറ്റ് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷെങ് അങ്ങോട്ടേക്ക് ചെന്നിരിക്കുകയാണ്. ടിയാനാണെങ്കിൽ ബുക്സൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ടിയാൻ പോകാൻ നേരത്ത് ഷെങ് താങ്ക് യു ചേട്ടാന്ന് പറയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ അവനെ ബ്രദർന്ന് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? കാരണം രണ്ടുപേർക്കും ഇപ്പം നല്ലതുപോലെ തന്നെ അറിയാം അവരുടെ ഇടയിൽ മറ്റെന്തോ കൂടെ ഉണ്ടെന്ന്. ആ സമയത്ത് നമ്മുടെ ഷെങ്ങിങ്ങനെ അവനെ ബ്രദർന്ന് വിളിച്ചത് നമ്മുടെ ടിയാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം ടിയാൻ ഒന്നും മിണ്ടാതെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമ്മുടെ ടിയാനാണെങ്കിൽ അവിടെ നിന്നും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അതിനുശേഷം ഷീനെയും ലൂവിനെയും കാണിക്കുമ്പോൾ അവരിങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം ഷീ ലൂവിൻ്റെ അടുത്ത് എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ആ സമയം ലൂ അതിന് മറുപടി കൊടുക്കുന്നില്ല. ഷീ അപ്പോൾ എന്തുകൊണ്ടാണ് നിനക്ക് ഇംഗ്ലീഷ് ടീച്ചറിനെ ഇഷ്ടമായതുകൊണ്ടാണോ അതോ എന്നെ കിസ് ചെയ്ത് എൻ്റെ റിഗ്രറ്റ് കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ലൂ അതുകൊണ്ടൊന്നുമല്ല, എനിക്കിതിനെ ഇഷ്ടമായതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും നമ്മുടെ ടിയാനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ കരങ്ങൊക്കെ കഴിഞ്ഞിട്ട് കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നും സംഭവിക്കാതെ പോലെ അവൻ്റെ ക്ലാസ്സിലേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ ബാക്ക് സീറ്റിൽ ഇരുന്ന് അവൻ എഴുന്നേറ്റ് നമ്മുടെ ഷെങ്ങിൻ്റെ സീറ്റിൽ കയറി ഇരിക്കുകയാണ്. ഇത് കണ്ട് ഗാവോ അല്ല നീ എന്തിനിപ്പോൾ സീറ്റ് ചേഞ്ച് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ടിയാനാണെങ്കിൽ ഒറിജിനലി ഇതെൻ്റെ സീറ്റായിരുന്നു എന്ന് പറയാണ്. അത് കറക്റ്റാണ്, കാരണം നമ്മുടെ ഷെങ് വന്ന സമയത്ത് നമ്മുടെ ടിയാൻ എഴുന്നേറ്റ് ബാക്കിൽ പോയിരുന്നിട്ട് നമ്മുടെ ഷെങ്ങിൻ്റെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തിയതായിരുന്നു. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടതാണ്.
ആ സമയം ഗാവ വീണ്ടും ടിയാനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മിണ്ടാതിരിക്കാനായിട്ട് ടിയാൻ ദേഷ്യത്തിൽ പറയാണ്. കാരണം ടിയാൻ ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ഇതും ഇല്ലാതിരിക്കുകയാണ്. കാരണം ഷെങ് പോയതുകൊണ്ട് തന്നെ ഇതേ സമയം നമ്മുടെ ഷെങ്ങിനെ കാണിക്കുമ്പോൾ അവൻ ടിയാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ടിയാനും ഷെങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ടിയാൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ ഇളകിപ്പോയ ആ ബ്രേസ്ലെറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. അവനാണെങ്കിൽ ആ ബ്രേസ്ലെറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷെങ് അവൻ്റെ കൈ കെട്ടിയിരിക്കുന്ന ബ്രേസ്ലെറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കാണിച്ച് ഈ ഒരു സീരീസിൻ്റെ സീസൺ 1 എൻഡ് ആവുകയാണ്. ഗൈസ്, ഇവിടെ വെച്ച് എൻഡ് ആവുന്നില്ല. ആക്ച്വലി ഈ ഒരു സീരീസ് ഹാപ്പി എൻഡിങ് ആണ്. ഇത് ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു സിനിമയിൽ ഇൻ്റർവെല്ലായെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഭാഗത്ത് ഇത് വന്ന് നിൽക്കുന്നേ ഉള്ളൂ. കാരണം ഈ ഒരു സീരീസിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹാപ്പി എൻഡിങ് സീരീസാണ് ഇത്, കഥയുടെ പകുതി ആയിട്ടുള്ളൂ എന്ന്. ഈ ഒരു സീരീസിന് നല്ലൊരു റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ അഫ്കോഴ്സ് അവർ സീസൺ 2 ചെയ്യുമെന്ന് പറഞ്ഞു. അവർ പ്രതീക്ഷിച്ചതിൻ്റെ 100 ഇരട്ടി റെസ്പോൺസാണ് ശരിക്കും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2025 ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞു. ഇനി ഒരു മാസമൊക്കെ അല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് സീസൺ 2 വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടൊരു സീരീസ് ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു സീരീസിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. പിന്നെ പറ്റുമെന്നുള്ളവർ ഈ സീരീസ് വേണമെങ്കിൽ ഒറിജിനലി എടുത്തു വെച്ച് കാണുക. കാരണം നല്ലൊരു സീരീസാണെന്ന് ഞാൻ പറയും. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നൊരു സീരീസാണ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ അഭിപ്രായം എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് സീരീസായിട്ട് വരുന്നത് വരെ ബൈ.